എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ഈ എക്സാമിനേഷനിൽ 2 പാർട്ടായിട്ടാണ് എക്സാം നടക്കാറുള്ളത്. പാർട്ട് എ അതിൽ 50% ക്വസ്റ്റ്യൻസുകൾ 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എല്ലാ ബ്രാഞ്ചസിൽ നിന്നുണ്ട് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനായി. ഈ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഫിസിക്സ് ആൻഡ് BSc കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഒരു ബേസിക് നോളജ് ഉള്ള സബ്ജക്റ്റുകൾ തന്നെയായിരിക്കും. വളരെ അനായാസം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ട്രാഫിക് കൺട്രോളർ ATC പോസ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ആ എക്സാമിനേഷനെ കുറിച്ചുള്ളൊരു അവയർനെസ് ആണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, ഒരു എയർ ട്രാഫിക് കൺട്രോളർക്ക് കിട്ടുന്ന സാലറി എത്രയാണ്, അതേപോലെ തന്നെ ആ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എല്ലാ ബ്രാഞ്ചസിൽ നിന്നുണ്ട് പറഞ്ഞതുകൊണ്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനായി. എല്ലാ ബ്രാഞ്ചസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടാവുമെന്ന് ഒരിക്കലും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അതായത് ഒരു എയർ ട്രാഫിക് കൺട്രോളറിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് അത് വളരെ ഹൈ ആയിട്ടുള്ളൊരു സാലറി തന്നെയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഒരു ബേസിക് പേ 40,000 to 1,40,000 ആണ്. CTC എന്ന് പറയുന്നത് ആനുവൽ സാലറി എന്ന് പറയുന്നത് ₹13 lakh അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ഹൈ ആയിട്ടുള്ള സാലറി തന്നെയല്ലേ. അതായത് പെർ മന്ത് എബവ് 1 lakh സാലറിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിൽ ലഭിക്കുന്നത്. അതിൽ ഒരുപാട് അലവൻസുകൾ ഉണ്ട് കേട്ടോ. ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, അതേപോലെ തന്നെ HRA ആൻഡ് അതർ ബെനിഫിറ്റ് വിച്ച് ഇൻക്ലൂഡ് CPF, ഗ്രാറ്റുവിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ്, മെഡിക്കൽ ബെനിഫിറ്റ്സ് എക്സെട്ര. അതൊക്കെ എന്താണ് ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കാവുന്ന മികച്ച സാലറി, മികച്ച ബെനിഫിറ്റ്സുകളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. എയർ ട്രാഫിക് കൺട്രോളർ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ഈ എക്സാമിനേഷനിൽ 2 പാർട്ടായിട്ടാണ് എക്സാം നടക്കാറുള്ളത്. പാർട്ട് എ അതിൽ 50% ക്വസ്റ്റ്യൻസുകൾ 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് ബി 50% വെയിറ്റേജ് ആണ്, 60 ക്വസ്റ്റ്യൻസുകൾ. രണ്ടിലും 60 വീതം ക്വസ്റ്റ്യൻസുകൾ, അതായത് 120 ക്വസ്റ്റ്യൻസുകളായിരിക്കും ടോട്ടൽ വരിക. ഈ 120ൽ ഇത് നോൺ ടെക്നിക്കലാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 20 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ഓർ റീസണിങ്ങിൽ നിന്ന് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഓർ ന്യൂമറിക്കൽ എബിലിറ്റി 15 മാർക്ക്, ജനറൽ നോളേജ് ഓർ ജനറൽ അവയർനെസ്സിൽ നിന്ന് 10 മാർക്ക്. അങ്ങനെ നിങ്ങളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 50% ആയിരിക്കും കേട്ടോ. 50% ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത്. അതായത് ടോട്ടൽ 60 മാർക്ക്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ട് ബിയിൽ വരുന്നത് ബേസിക് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കോൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻ അപ് ടു 10+2 ലെവലാണ്. അവിടെ നിങ്ങൾക്ക് 60 മാർക്ക്. അങ്ങനെ ടോട്ടൽ 120 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറായിരിക്കും സമയം ഉണ്ടാവുക. മീഡിയം ഓഫ് ലാംഗ്വേജ് ഹിന്ദിയിൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദർ വിൽ ബി നോ പ്രൊവിഷൻ ഓഫ് നെഗറ്റീവ് മാർക്കിംഗ്. അതായത് മറ്റെല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും നിങ്ങൾക്ക് ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് വരാറുണ്ട്. എന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളർ എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല. സോ ഈ 120 അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണം. എബവ് 100 എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കുക, ഈ ക്വസ്റ്റ്യൻസുകളിൽ ഈ പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ ഫിസിക്സ് ആൻഡ് BSc കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഒരു ബേസിക് നോളജ് ഉള്ള സബ്ജക്റ്റുകൾ തന്നെയായിരിക്കും. വളരെ അനായാസം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. 10+2, അതായത് നിങ്ങളുടെ +2 ലെവലിലുള്ള ഫിസിക്സും മാത്സും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതേപോലെ ഈ ടോപ്പിക്കുകൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. മറ്റനേകം എക്സാംസുകളിലേക്ക് വരുന്നത് SSCയുടെ എക്സാംസ്, CGL, CHSL, ബാങ്കിങ് എക്സാംസുകൾ, റെയിൽവേ എക്സാംസിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ആ ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റനേകം എക്സാംസുകൾ എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിനൊക്കെ വേണ്ടി പഠിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയധികം സാലറിയും ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഇത്ര ഈസി ആയിട്ടുള്ളൊരു എക്സാമിനേഷനിൽ നമുക്ക് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വേണ്ടത്ര ലഭിക്കാത്തത് കൊണ്ട് തന്നെ പല മലയാളികളും പിന്നോട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ എക്സാമിൽ നല്ല വിജയം കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.